വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കാം? തണുത്ത വെള്ളം കുടിക്കുമ്പോൾ അത് ശരീരത്തിലെത്തുമ്പോൾ ശരീരം എന്ത് ചെയ്യും? ഈ വെള്ളത്തിനെ 37°C ചൂടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കൂടുതൽ എനർജി ഉപയോഗിക്കും. മനസ്സിലായോ? കൂടുതൽ എനർജി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് എവിടുന്ന എനർജി കിട്ടുക? ശരീരത്തിന് വെള്ളത്തിൽ നിന്നാണോ? അല്ല, ശരീരത്തിൽ നിന്ന് ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റാണ് എന്ത് ചെയ്യുക? എനർജി ആയിട്ട് മാറുക. ഓക്കെ, അപ്പോൾ ആ തരത്തിലുള്ള വലിയൊരു രീതിയിലുള്ള ഫാറ്റ് ബേണിങ് എപ്പോൾ നടക്കും? നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിച്ച് കുടിക്കുമ്പോൾ നടക്കും. അതേപോലെ തന്നെ ചൂടുവെള്ളം കുടിച്ചോളൂ. ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ അതായത് ഫാറ്റ് ലോസിന് ശ്രമിക്കുന്നതെങ്കിൽ, അതായത് ഫാറ്റ് ലോസ് നിങ്ങളിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ലൊരു ഡയറ്റ് പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ന്യൂട്രീഷൻ എടുക്കുന്നത്, ആ സമയത്ത് നിങ്ങൾ ചൂടുവെള്ളമാണ് കുടിക്കുന്നുണ്ട്, എന്ത് സംഭവിക്കുക? ആ ചൂടുവെള്ളത്തിനെ നീ ശരീരം എന്ത് ചെയ്തു? 37°C കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി അവിടെയും ശരീരം എന്തുണ്ട്? എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നോർമലി ഫാറ്റ് ലോസ് നടക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഏകദേശം അതിന്റെ കണക്കുകൾ പ്രകാരം പറയുന്നത് ഏകദേശം